പരിധികൾ നിങ്ങളെ നിർവചിക്കുന്നുവോ അതോ നിങ്ങൾ പരിധികളെയോ? തീരുമാനിക്കുക. എംപവർ 360 ഡിഗ്രീസ്, ബി ദ ലൈറ്റ് ആൻഡ് സ്പ്രെഡ് ദ ലൈറ്റ്. സ്നേഹ സൗഹൃദങ്ങളെ, ശുഭ സായാഹ്നം. ഞാൻ ഷപ്ന ഷാരൂഖ്. ഇന്ന് നമ്മൾക്ക് എംപവർ 360 ഡിഗ്രീസിന്റെ ഭാഗമായിട്ട് സ്പാർക്ക് സെഷൻ കൈകാര്യം ചെയ്യാനായി എത്തിയിട്ടുള്ളത് ആദില അലി. ആദിലയെ നമ്മൾക്ക് ഒരു ബഡ്ഡിംഗ് സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ പരിചയപ്പെടുത്താമെന്ന് തോന്നുന്നു. അതോടൊപ്പം വിസ്ഡം ഹബിന്റെ ഫൗണ്ടറുമാണ്. ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നതിലേക്ക് ആദിലയെ ക്ഷണിക്കുകയാണ്. ബിയോണ്ട് ദ ലിമിറ്റ് എന്ന വിഷയത്തിൽ ആദില നിങ്ങളുമായി സംവദിക്കും. ഓവർ ടു യു, ആദില. താങ്ക് യു സോ മച്ച്. ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഗുഡ് ഈവനിങ് എവറി വൺ. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇവിടെ ഇങ്ങനെ എന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും, അതുപോലെ എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നിട്ടുള്ള എംപവർ 360 ടീം അംഗങ്ങൾക്കും, അതേപോലെ തന്നെ എന്നെ ഇതിന് പ്രാപ്തമാക്കിയിട്ടുള്ള ഓരോരുത്തർക്കും, അതേപോലെ എൻ്റെ ക്രിയേറ്ററിനും താങ്ക് യു പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുള്ള ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ സ്വപ്നങ്ങൾ കാണുന്ന എല്ലാ ആൾക്കാരും ആ സ്വപ്നങ്ങളിലോട്ട് എത്തുന്നില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളും ആ സ്വപ്നങ്ങള്, നമ്മളെ ആഗ്രഹങ്ങളൊക്കെ അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും നമ്മളെ പിറകോട്ട് വലിക്കുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒന്നാവണം ഈ ഒരു സെഷൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ട്, സ്റ്റോറി എന്നുള്ളതിനപ്പുറത്തോട്ട് ഒരു ജീവിത കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലേ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഹോസ്പിറ്റൽ മുറിയില് ഒരു അമ്മ തന്റെ കുഞ്ഞിനെ കാത്തു കിടക്കുകയാണ്. തന്റെ കുഞ്ഞിനെ ലേബർ റൂമിൽ നിന്നും ആ അമ്മയുടെ അടുത്തോട്ട് കൊണ്ടുവന്ന സമയത്ത് ആ അമ്മ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു പോയി, അത്ഭുതപ്പെട്ടു പോയി. ഒട്ടും പ്രതീക്ഷിക്കാതെ കൈകാലുകളില്ലാത്ത ഒരു കുഞ്ഞിനെ ആയിരുന്നു ആ അമ്മയുടെ മുൻപിലോട്ട് ഡോക്ടർമാർ കൊണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. തന്റെ കുട്ടി കൈകാലുകളില്ലാത്ത ഒരു കുട്ടിയാണ് എന്നുള്ളത് അംഗീകരിക്കാൻ വേണ്ടി തന്നെ ആ അമ്മയ്ക്ക് ഒരുപാട് സമയം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് തന്റെ കുഞ്ഞ് കൈകാലുകളില്ലാത്ത ഒരാളാണ് എന്നുള്ളത് ആ അമ്മ അംഗീകരിച്ചു തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് ആ കഥ, ജീവിതം വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ആ അമ്മ സ്വയം എന്താ പറയാ, സ്വയം ആശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയാണ് ആ കുഞ്ഞ് എന്നുള്ളത് വിശ്വസിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാലങ്ങൾ മുന്നോട്ട് പോയി. കുഞ്ഞ് വളരുകയാണ്. വളരുന്നപ്പോഴേ ആ കുട്ടീനെ ആ അമ്മ, ആ പാരന്റ്സ് മനസ്സിലാക്കാണ് തന്റെ കുട്ടി മറ്റുള്ള സാധാരണ കുട്ടികളെ പോലെ തന്നെ വളരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കുട്ടീനെ സ്കൂളിൽ ചേർക്കുകയാണ്. നോർമൽ സ്കൂളിൽ തന്നെ ആ കുട്ടീനെ കൊണ്ട് ചേർക്കുന്നുണ്ട്. അവിടെ ആ കുട്ടിക്ക് ഒരുപാട് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഒരുപാട് രീതിയിലുള്ള കളിയാക്കലുകൾ ആ കുട്ടിയുടെ നേരെ വരുന്നുണ്ട്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ അടുത്തുനിന്നും അല്ലാതെയും ഒക്കെ ആയിട്ടുള്ള കളിയാക്കലുകൾ സഹിക്കാൻ വയ്യാതെ ആത്മഹത്യക്ക് മുതിർന്നിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞ്. അപ്പോഴാണ് ആ കുഞ്ഞ് മനസ്സിലാക്കുന്നത്, ആ കുട്ടി മനസ്സിലാക്കുന്നത് തനിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്യാൻ പോലും പറ്റൂല എന്നുള്ളത്. അങ്ങനെ ആ കുട്ടിയോട് ഒരിക്കലും സ്കൂളിലുള്ള ഒരു തൂപ്പുകാരി വന്നിട്ട് പറയാണ്, നിന്റെ ഈ ചിരിച്ച മുഖം, നിനക്ക് ഈ ലോകത്തിനോട് പലതും പറയാൻ വേണ്ടിയിട്ടുണ്ട്. നിന്നെ ഈ ലോകത്തിലുള്ള പല ആൾക്കാർക്കും നീ ഇൻസ്പിറേഷൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നുള്ളത്. നിന്റെ സംസാരം പല ആൾക്കാർക്കും ഇൻസ്പിറേഷൻ ആവുന്ന തോന്നുന്നുണ്ട് എന്ന്. അങ്ങനെ ആ കുട്ടി ആദ്യം തന്റെ സഹപാഠികളിൽ ഓരോരുത്തരോടായിട്ടും പിന്നീട് ഓരോ കൂട്ടങ്ങളോടായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, നീ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ വാചാലനായിട്ട് പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നിന്റെ കൈകാലുകൾ ഇല്ലാത്ത നിനക്ക് കൈകാലുകൾ തരാൻ വേണ്ടിയിട്ട് നീ ആദ്യം ദൈവത്തിനോട് പോയി പ്രാർത്ഥിക്ക്. അതുപോലെ തന്നെ നിന്നെ കാണാൻ ഒരു തവളക്കുഞ്ഞിനെ പോലെ മാത്രമാണല്ലോ ഉള്ളത്, ആ നീയാണോ ദൈവത്തിന്റെ അനുഗ്രഹത്തിനെ പറ്റി ഇങ്ങനെ പറയുന്നേന്നുള്ളത്. അങ്ങനെ അത് കേട്ടപ്പോ ആ കുട്ടി തളർന്നു പോകുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് അമ്മയോട് പറയാണ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ മാത്രം എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് കേട്ടോ. ആ അമ്മ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്, മോനെ, നീ ഈ ഭൂമിയിലോട്ട് ജനിച്ചു വീണിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു നിയോഗമുണ്ട്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം അറിഞ്ഞുകൊണ്ടാണ്. ദൈവം അറിയാതെ ഈ ലോകത്ത് ഒരു പുൽക്കൊടി പോലും അനങ്ങുന്നില്ല. നീ ഈ ഭൂമിയിലോട്ട് ജനിച്ചു വീണിട്ടുണ്ടെങ്കിൽ
ഇവിടെ എന്തോ ചെയ്യാനുണ്ട്, നിന്റെ ജന്മത്തിന് പിന്നിൽ എന്തോ ഒരു നിയോഗമുണ്ട്, അത് വഴിയെ നീ മനസ്സിലാക്കിക്കോളൂ എന്നുള്ളത്. അങ്ങനെ ആ കുഞ്ഞ് വീണ്ടും സ്കൂളിൽ പോയിട്ട് ഓരോ കൂട്ടം ആൾക്കാരോടായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് അപ്പോഴും ഒരുപാട് കളിയാക്കലുകൾ അവന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ പതിയെ ലോകം അവനെ അംഗീകരിച്ചു തുടങ്ങുന്നുണ്ട്. വിശ്വാസം നഷ്ടപ്പെട്ട, എല്ലാം തീർന്നു എന്ന് കരുതി നിൽക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് അവന് ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്. അതാണ് നിക് വൂജിസിക് എന്ന് പറഞ്ഞിട്ടുള്ള ലോകം അറിയപ്പെടുന്ന ഇന്നത്തെ മോട്ടിവേഷൻ സ്പീക്കർ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഒരിക്കലും ഒന്ന് ആലോചിച്ച് നോക്കുക. പലരും അവനോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് കൈകാലുകളില്ല, ഇതോടുകൂടി നിന്റെ ജീവിതം തീർന്നു എന്ന്. അവരുടെ വാക്ക് കേട്ടിട്ട് അവൻ അവിടെ അതോടുകൂടി തീർന്നു എന്ന് കരുതി അവൻ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നെങ്കിൽ ആ മനുഷ്യൻ ഇന്ന് ലോകം അറിയപ്പെടൂല. ആ ഒരു ചുറ്റുപാടില് കൈകാലുകളില്ലാത്ത ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള പേരിൽ മാത്രം അറിയപ്പെട്ടിട്ട് ആ മനുഷ്യൻ അവിടെ മരിച്ചില്ലാതാവുമായിരിക്കാം. പക്ഷെ ഇന്ന് ആ മനുഷ്യനെ ലോകം മുഴുവൻ അറിയപ്പെടുന്നത്, മറ്റുള്ളവരല്ല എന്റെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യേണ്ടത്, മറ്റുള്ളവർ പറയുന്നതല്ല ഞാൻ എന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് പലതും ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ കുഞ്ഞ് അംഗീകരിച്ചു തുടങ്ങിയപ്പോഴാണ് അവന്റെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുള്ളത്. നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. നിങ്ങളെ ഒന്ന് കണ്ണടക്കുക. കണ്ണടച്ചിട്ട് ശ്വാസം ഞാൻ പറയുന്നതിനനുസരിച്ച് ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. ആദ്യം നിങ്ങള് കണ്ണടക്കുക. ഓക്കെ, പതിയെ നിങ്ങളുടെ ശ്വാസത്തിലോട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ടേക്ക് എ ഡീപ് ബ്രെത്ത് ഇൻ, ഹോൾഡ് ഓൺ ആൻഡ് ബ്രീത്ത് ഔട്ട് സ്ലോലി. Once again, take a deep breath in, hold on and breathe out slowly. ശ്വാസം പതിയെ ഉള്ളിലോട്ട് എടുക്കുക. ഒരു നിമിഷം അത് ഹോൾഡ് ഡൗൺ ചെയ്യുക ആൻഡ് റിലീസ്. നിങ്ങളെ കണ്ണടച്ചുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ജീവിതത്തില് നിങ്ങളെ ആഗ്രഹിക്കുന്ന, ഏറ്റവും കൂടുതൽ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം, ആഗ്രഹം എന്തോ ആവട്ടെ, അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു നിമിഷം ചിന്തിക്കാവുന്നതാണ്. കുറച്ച് സമയം എടുത്ത് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം. ഓക്കെ, പതിയെ നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാം. നിങ്ങൾക്ക് ചിന്തിച്ച സമയത്ത്, നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ലിമിറ്റേഷൻസ് നിങ്ങളുടെ മൈൻഡിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ലിമിറ്റേഷൻ ആയിട്ടല്ല തോന്നിയത്. ഞാനത് കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ, അതായത് എൻ്റെ എന്താ പറയുന്നത്, വിഷനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എന്താണ് എത്തിപ്പിടിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. വാക്കുകളാണല്ലോ, വാളാകുന്നതും ആശ്വാസമാകുന്നതും വാക്കുകളാണ്. അപ്പൊ വാക്കുകളിലൂടെ മനുഷ്യരെ ഇഗ്നൈറ്റ് ചെയ്യിപ്പിക്കുക, എല്ലാവരിലേക്കും വാക്കുകൾ കൊണ്ട് സാന്ത്വനമാകുക എന്നൊക്കെയുള്ള രീതിക്കാണ് എൻ്റെ ചിന്ത പോയത്. പരിമിതികളിൽ സ്റ്റക്ക് ആയിട്ടില്ല എന്നുള്ളതാണ്. ഗ്രേറ്റ്. നമ്മള് പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞാനൊരു എക്സ്പീരിയൻസ് പറയാം. അതായത് ഞാൻ ഈ അടുത്ത് ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രൊജക്ടിന്റെ ഭാഗമൊക്കെ ആയിട്ട് ആളുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് ആള് വിഷൻ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. ഓക്കെ, കാഴ്ച ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഒരു പതിയെ ഇങ്ങനെ കാഴ്ച കുറഞ്ഞു വരുന്നുണ്ട്. പെട്ടെന്ന് ആളുടെ കാഴ്ച കംപ്ലീറ്റ്ലി നിന്നു പോവുകയാണ്. ആളുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് ആള് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനിപ്പോ അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല, കാരണം എനിക്ക് അത്ര പുറത്തിറങ്ങണം എന്ന് തോന്നിയിട്ടില്ല, കാരണം എനിക്ക് പേടിയാണ് ബാക്കിയുള്ളവരുടെ സിമ്പതിയുടെ നോട്ടം കാര്യങ്ങൾ എന്നൊക്കെ. അങ്ങനെ പല മനുഷ്യരോടും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, പല ആൾക്കാർക്കും സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അവര് സ്വപ്നങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും ചിന്തയിൽ വരുന്നത് അത് അതിലോട്ട് എത്തുന്നതിൽ നിന്നും അവരെ തടയുന്ന, അവരെ കൊണ്ട് പറ്റൂല എന്ന് തുടങ്ങിയിട്ടുള്ള ചിന്തകളും ലിമിറ്റേഷൻസും ആണ്. ഞാന്
പലപ്പോഴും ഞാൻ എവിടെയോ വായിച്ച ഒരു കാര്യമാണ്, മൈൻഡ് ഈസ് ദ ഓൺലി ലിമിറ്റ് എന്നുള്ളത്. നമ്മളിപ്പം ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള പോട്ടെ, ഓക്കെ, വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെന്ന് കരുതുക. അപ്പം ആൾക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. നമ്മുടെ ഇന്ത്യൻ റൈറ്റ് പ്രകാരം ഒരു നിശ്ചിത പെർസെന്റേജ് ഉള്ള ആൾക്ക് എന്താ പറയാ, ഡ്രൈവിംഗ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം അത് ലൈസൻസും കാര്യങ്ങളൊന്നും കിട്ടൂല. അപ്പോ അങ്ങനെയുള്ള ആൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അവിടെ നോക്കുന്ന സമയത്ത് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക്, പല ആൾക്കാർക്കും അയാളുടെ വിഷൻ ആയിരിക്കും അവിടെ ലിമിറ്റേഷൻ ആയിട്ട് വരുന്നത്. ഞാൻ പലപ്പോഴും ഈ ഡിസേബിൾഡ് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, പല ആൾക്കാരും പുറത്തുനിന്നുള്ള, നമ്മുടെ സൊസൈറ്റി നോർമൽ എന്ന് കാണുന്ന പല ആൾക്കാരും ഡിസേബിലിറ്റീനെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് കാണാറുണ്ട്. ഞാൻ പറയാറുള്ളത് ഡിസേബിലിറ്റി ഒരിക്കലും ഒരു ലിമിറ്റേഷൻ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഡിസേബിലിറ്റി ഇസ് നോട്ട് എ ലിമിറ്റേഷൻ. അതൊരു ഡിഫിക്കൽട്ടി ആണ്. പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്ന് അവർക്ക് സ്ലോ ആവാം. പല കാര്യങ്ങളും ചെയ്യുന്നതിന് അവർ നോർമലായിട്ട് ഉള്ള ആൾക്കാർ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ടൈം അവരെടുത്തേക്കാം. പക്ഷെ അതൊരിക്കലും ഒരു ലിമിറ്റേഷൻ അല്ല. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് കരുതുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ലിമിറ്റേഷൻ, അവിടെയാണ് നമ്മുടെ ഡിസബിലിറ്റി. നമ്മൾ വിചാരിക്കുകയാണ് എനിക്ക് ഇന്ന ഡിസബിലിറ്റി ഉണ്ട്, ഇതോടുകൂടി കഴിഞ്ഞു, ഞാനെന്ന് പറയുന്നത് എന്റെ ഡിസബിലിറ്റി ആണെന്ന് കരുതിയിട്ട് ഏതൊരു മൊമെന്റിലാണോ ആ വ്യക്തിനെ ലിമിറ്റ് ചെയ്ത് നിർത്തുന്നത്, അവിടെയാണ് അയാളുടെ ഡിസബിലിറ്റി ലിമിറ്റേഷൻ ആവുന്നത്. അല്ലാത്തിടത്തോളം കാലം അവരുടെ ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫിക്കൽറ്റി എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പം ഈ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആള് ലൈസൻസ് എടുക്കാൻ, അയാൾ ഡ്രൈവിംഗ് ചെയ്യണമെന്ന് അയാൾ ഇഷ്ടപ്പെടുന്നത് ഒരു പക്ഷെ അയാൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തായിരിക്കും. അവിടെ അയാൾക്ക് ഒരുപാട് വഴികളുണ്ട്. അയാളുടെ ആഗ്രഹം എന്ന് പറയുന്നത് യാത്രകൾ ചെയ്യാന്നാണെങ്കിൽ, അവിടെ കാഴ്ച പരിമിതി ഉള്ളത് കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കരുതിയിട്ട് അയാളുടെ ആഗ്രഹമായിട്ടുള്ള, ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണം ഞാൻ പറയുന്നത്, അയാളുടെ ആഗ്രഹമായിട്ടുള്ള ആ ഒരു ട്രാവലിംഗ് എന്ന് പറയുന്നത് അവിടെ ഒരു ഇല്ലാതാവുന്നില്ല. ആ ഒരു വിഷൻ എന്ന് പറയുന്നത് അയാളുടെ ആ ഒരു സ്വപ്നത്തിന് ലിമിറ്റേഷൻ ആവുന്നില്ല. അവിടെ അയാൾക്ക് വേറെയും ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒരു നല്ല ജോബ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പേയ്മെന്റ് കൊടുത്തുകൊണ്ട് ഒരു ഡ്രൈവറെ വെക്കാം. അയാൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തോട്ട് അയാളുടെ ഇഷ്ടപ്രകാരം അയാൾ പറയുന്നത് അനുസരിച്ച് കൊണ്ട് അയാളെ കൊണ്ടുപോകാൻ പാകത്തിന് ഒരു ഡ്രൈവറെ അയാൾക്ക് വെക്കാൻ പറ്റുന്നതാണ്. അതായത് നമ്മുടെ ലിമിറ്റ്, ഞാൻ ഡിസേബിലിറ്റി എന്നുള്ളത് ഒരു കേസ് ആയിട്ട് എടുത്തത് മാത്രമാണ്. അങ്ങനെ നമ്മൾ പല കാര്യങ്ങളും ലിമിറ്റേഷൻ ആണെന്ന് കരുതുന്ന പല കാര്യങ്ങളും ഒന്ന് നമ്മൾ അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതൊന്നും ഒരു ലിമിറ്റേഷൻ അല്ല. നമ്മുടെ തോട്ട്സ് ആണ് പലപ്പോഴും എന്തായിട്ട് മാറുന്നത്, ലിമിറ്റേഷൻ ആയിട്ട് മാറുന്നത്. നമ്മൾ ആ ലിമിറ്റേഷൻ മറികടക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യന്മാരുണ്ട് നമ്മുടെ ഈ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്തിട്ടുള്ള. നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ പലപ്പോഴും അവരെ നോക്കുന്ന സമയത്ത് ഇന്നതൊക്കെ അവരുടെ ലിമിറ്റേഷൻ ആണെന്ന് കരുതിയിട്ടുള്ള പല മനുഷ്യരും നമ്മുടെ ചിന്തകളെക്കാൾ അപ്പുറത്തോട്ടുള്ള, നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളെ അച്ചീവ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഒട്ടും കാഴ്ചയില്ലാത്ത ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക്, നോർമലി ഉള്ള മനുഷ്യന്മാർക്ക് പോലും കയറാൻ ബുദ്ധിമുട്ടുള്ള മൗണ്ട് എവറസ്റ്റ് കീഴടക്കാൻ പറ്റും എന്നുള്ളത്. എന്നാല് അങ്ങനെ ഒരു മനുഷ്യനുണ്ട്, എറിക് വെഹൻമീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യന്. അയാൾ അയാള് 13-ാമത്തെ വയസ്സില് അയാൾക്ക് മനസ്സിലാവാണ് 13-ാമത്തെ വയസ്സില് അയാളുടെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും എന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കുകയാണ്. അയാൾക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ അയാള് മലകൾ കയറുക, ക്ലൈംബ് ചെയ്യാന്നുള്ളതായിരുന്നു അയാളുടെ ഹോബി എന്ന് പറയുന്നത്. അയാൾ അതിൽ ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. അങ്ങനെ അയാള് കുഞ്ഞു കുഞ്ഞു മലകൾ കയറുന്നുണ്ട്. അപ്പോഴും എല്ലാവരും അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നെ കൊണ്ട് പറ്റൂല ട്ടോ, നീ ബ്ലൈൻഡ് ആണ് ട്ടോ, നിന്നെ കൊണ്ട് പറ്റൂല, നീ എവിടെയും എത്താൻ പോകുന്നില്ല എന്നുള്ളത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാള് 30-ാമത്തെ വയസ്സില് എല്ലാവരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം അയാൾ നടത്തുകയാണ്, ഞാന് മൗണ്ട് എവറസ്റ്റ് കീഴടക്കുന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ സമയത്ത് അയാൾ എത്രമാത്രം കളിയാക്കലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. പലരും അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോർമൽ ആയിട്ടുള്ള കാഴ്ചയുള്ള ആൾക്കാർക്ക് പോലും കയറാൻ പറ്റാത്ത സ്ഥലത്തോട്ടാണോ നീ കയറാൻ പോകുന്നത്, നിന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളത്. പക്ഷെ അയാൾ അവിടെ നിന്നില്ല. അയാളെ കളിയാക്കുന്നവരോട് എന്താ റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ സമയം കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അയാളുടെ ആക്ഷനിലൂടെ ആയിരുന്നു അയാൾ അതിനുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അയാളെ ഒരു ടീം ബിൽഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് എഫേർട്ട് അയാൾ എടുക്കുന്നുണ്ട്, ട്രെയിൻ ചെയ്യുന്നുണ്ട്. അയാളെ തന്നെ ഒരുപാട് ട്രെയിൻ ചെയ്യുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു മലകൾ ഇങ്ങനെ അയാൾ കയറി കയറി ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഒടുവില് എല്ലാവരും കഴിയൂല എന്ന് പറഞ്ഞ, ഒരിക്കലും നിന്നെക്കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ കാര്യം അയാൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അയാളെ കൊണ്ട് അത് പറ്റുന്നുള്ളത് നമ്മുടെ സമൂഹം അംഗീകരിച്ചത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ,
കൈകളില്ലാത്ത ഒരാൾക്ക് പൈലറ്റ് ആവാൻ പറ്റും എന്നുള്ളത്, ഫ്ലൈറ്റ് ഓടിക്കാൻ പറ്റും എന്നുള്ളത് ജെസിക്ക കോക്സ് എന്ന് പറയുന്ന ഒരു വിമൻ. ആള് ജനിച്ച സമയത്ത് ആളുടെ 2 കൈകളും ഇല്ലായിരുന്നു. ആളുടെ പാരന്റ്സ് നോർമൽ സ്കൂളിൽ വിടുകയാണ്. എന്റെ കുട്ടി നോർമൽ ആയിട്ടുള്ള എല്ലാ സാധാരണ കുട്ടികളെ പോലെ വളരണം എന്നുള്ള ആ പാരന്റ്സിന്റെ ആഗ്രഹത്തിന്റെ പുറത്ത് ആ കുട്ടീനെ നോർമൽ സ്കൂളിലോട്ട് വിടുകയാണ്. അവിടെയും ആ കുട്ടിക്ക് ഒരുപാട് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ കുട്ടികൾ കൈകൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ആ കുട്ടി കാലുകൊണ്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ആള് വളരുന്നതിനനുസരിച്ചിട്ട് ആളുടെ സ്വപ്നങ്ങളും വലുതാവുന്നുണ്ടായിരുന്നു. ആൾക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴും എല്ലാരും പറഞ്ഞു കൈകളില്ലാത്ത നിനക്ക് ഒരിക്കലും ഡ്രൈവ് ചെയ്യാൻ പറ്റൂല, നിനക്ക് ലൈസൻസ് കിട്ടൂല എന്നുള്ളത്. പക്ഷെ അവരുടെ വാക്കുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നതിന് പകരം ആളുടെ ആക്ഷനിലൂടെ റിപ്ലൈ കൊടുത്തു. ആള് കാലുകൊണ്ട് വണ്ടി ഓടിച്ചിട്ട് ലൈസൻസ് വാങ്ങി. അപ്പോഴാണ് സമൂഹം അംഗീകരിച്ചത് എന്ത്, കൈകളില്ലാത്ത മനുഷ്യനും വാഹനം ഓടിക്കാൻ പറ്റും, ആൾക്കും ലൈസൻസ് എടുക്കാൻ പറ്റും എന്നുള്ളത്. ഇവിടെയൊക്കെ നമ്മുടെ സമൂഹം കാണുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ആൾക്കുണ്ട്. പക്ഷെ ആളുടെ മൈൻഡ് ലിമിറ്റഡ് അല്ലായിരുന്നു. ആളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഫിക്സഡ് മൈൻഡ് സെറ്റ് അല്ലായിരുന്നു. ആളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആയിരുന്നു. ആൾക്കൊണ്ട് പറ്റുന്ന ഉള്ള ആത്മവിശ്വാസത്തോടു കൂടി ആൾ എഫേർട്ട് എടുത്തു തുടങ്ങി. ആ ഒരു സംഭവം അച്ചീവ് ചെയ്തു. പിന്നീട് ആൾക്ക് തോന്നുകയാണ് എനിക്ക് പൈലറ്റ് ആവണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക, കൈകളില്ലാത്ത ഒരാൾ എങ്ങനെയാ ഡ്രൈവ് ചെയ്യുക, അതും ഫ്ലൈറ്റ് എങ്ങനെ ഓടിക്കാന്ന്. നമ്മുടെ സമൂഹത്തിന് അത് അംഗീകരിക്കാൻ പറ്റുമോ? ഫ്ലൈറ്റ് ഓടിക്കുന്ന ഒരു കാര്യം കൈകളില്ലാത്തത് കളിയാക്കി. സാധാരണ പോലെ തന്നെ എല്ലാരും ആളെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒടുവില് ആ ഒരു ആളുടെ ആത്മവിശ്വാസവും കഠിന പ്രയത്നവും കാരണമായിട്ട് ആളത് നേടിയെടുത്തു. ആ സമയത്താണ് സമൂഹം അംഗീകരിച്ചത് എന്ത്, കൈകളില്ലാത്ത ഒരാൾക്കും പൈലറ്റ് ആവാൻ പറ്റൂ എന്നുള്ളത്. അതേപോലെ നമ്മുടെ ഹെലൻ കെല്ലറിനെയൊക്കെ എല്ലാവർക്കും അറിയാം. കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, സംസാരിക്കാൻ പറ്റാത്ത ഒരാള് ഇന്ന് ലോകം അറിയപ്പെടുന്നുണ്ട്. അതൊരിക്കലും ആളുടെ ലിമിറ്റേഷൻ മാത്രം വെച്ചുകൊണ്ടാണോ ഈ ലോകം അറിയപ്പെടുന്നത്? ആ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം കാണുന്ന ലിമിറ്റേഷൻസ് ആണ്. ആ ഡിഫിക്കൽട്ടീസ് വെച്ചുകൊണ്ടാണോ, ആ ഡിസബിലിറ്റീസ് വെച്ചുകൊണ്ടാണോ ഈ സമൂഹം ഇന്ന് ഹെലൻ കെല്ലറിനെ, സ്റ്റീഫൻ ഹോക്കിങ്ങിനെ, എറിക് വെഹൻമീറിനെ, ജെസിക്ക കോക്സിനെയൊക്കെ അറിയപ്പെടുന്നത്? അല്ല, ആ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ആ ഡിഫിക്കൽട്ടീസിനെ മറികടന്നിട്ട് ആളുടെ സ്ട്രെങ്ത് വെച്ചിട്ട് ആൾ മറികടന്നപ്പോഴാണ് ഈ ലോകം എന്ത് ചെയ്തത്, ആളെ അംഗീകരിച്ചു തുടങ്ങിയതും ഇന്ന് ആ ലോകം അവളെ ഓർമ്മിക്കുന്നതും. നമ്മുടെ കേരളത്തിൽ ടിഫാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള വുമൺ ഉണ്ട്. ആളുടെ എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, അതായത് സ്കൂളിലെ ഒരു ആൻസർ പറഞ്ഞ സമയത്ത് ശരി ഉത്തരമായിട്ടും ബ്ലൈൻഡ് ആയി പോയി എന്നുള്ള പേരിൽ നീ ഉത്തരം പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് പലരും ആളെ കൊണ്ട് ഒന്നിനും പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആൾ അതിലൊന്നും തളർന്നു നിന്നില്ല. ആള് പതിയെ പതിയെ ആളുടെ എഡ്യൂക്കേഷൻ, ആൾക്ക് കഴിയുന്ന രീതിയിലുള്ള നോളജും കാര്യങ്ങളൊക്കെ ആള് ഗെയിൻ ചെയ്യുന്നുണ്ട്. ആളുടേതായ രീതിയിലുള്ള കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ട് മൊബൈൽ സ്കൂളിംഗ് ആള് തുടങ്ങുകയാണ്. അതുപോലെ ജ്യോതിർഗമയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നു. വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ എംപവർ ചെയ്യുന്നുണ്ട് ആള്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെയൊക്കെ ഇത്രയും ആൾക്കാരെ ഞാൻ പറഞ്ഞത് ഒരിക്കലും ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഈ സ്റ്റോറീസ് മോട്ടിവേഷണൽ സ്റ്റോറി ആയിട്ട് പലയിടത്തും കേട്ടിട്ടുണ്ടാവും. ഞാൻ ഒരിക്കലും ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോ നിങ്ങൾ ഇത് കേൾക്കുന്ന സമയത്ത് ചിന്തിക്കുന്നുണ്ടോ, ഓ ഒരിക്കൊക്കെ പറ്റും, അത് ജെസിക്ക കോക്സ് അല്ലേ, അത് ടിഫാനി അല്ലേ, ഇത് ഞാൻ ആദില അല്ലേ, അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ? ഞാൻ ഷബിന അല്ലേ, ഓരൊക്കെ ജെസിക്ക കോക്സ് അല്ലേ എന്നൊക്കെ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരിക്കും സമൂഹം പറഞ്ഞിട്ടുള്ള, നിങ്ങളോട് ഇപ്പം പലരും പറയുന്ന നിന്നെ കൊണ്ട് പറ്റൂല, നിനക്ക് ഇന്ന ലിമിറ്റേഷൻ ഉണ്ട് എന്ന് പറയുന്ന അതേ വർത്താനങ്ങൾ ഓരോടും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു തളർന്നിരുന്നിട്ടുണ്ടെങ്കില് ഇന്ന് ഈ ലോകം ഓരോ അറിയപ്പെടൂല. ഓക്കെ, നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മൾ പല കാര്യങ്ങളും ബാക്കിയുള്ളവരോട് സംസാരം വാക്കുകൊണ്ട് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ സമൂഹം ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യൂല. നമ്മളെ കഴിവുകളെയും ആക്സെപ്റ്റ് ചെയ്യൂല. നമ്മൾ എന്നാണോ അത് ആക്ഷനിലൂടെ പ്രൂവ് ചെയ്ത് കൊടുക്കുന്നത്, അന്ന് മാത്രമേ നമ്മുടെ സൊസൈറ്റി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ റിയൽ ആണ് എന്നുള്ളത് മനസ്സിലാക്കുള്ളൂ. നമ്മളെ ഈ നമ്മൾ പലപ്പോഴും ലിമിറ്റേഷൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കാണുന്ന ഫിസിക്കൽ ഡിസബിലിറ്റീസോ ഫിസിക്കൽ ഡിഫിക്കൽട്ടീസോ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസോ ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ മെന്റൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും അല്ല നമ്മുടെ സ്വപ്നത്തിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിനെയൊക്കെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് എന്നുള്ളതാണ് പലപ്പോഴും മാറ്റർ ആയിട്ട് വരുന്നത്. കാരണം ഇപ്പോ
നമ്മൾ എപ്പോഴും രണ്ട് രീതിയിലുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെന്നാണ് പറയാറ്. ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റും ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റും. ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അവർ ചിന്തിക്കുന്നുണ്ടാവാം ഒരു ചാലഞ്ചസ് അവർ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കൂല. അവർക്ക് എപ്പോഴും ഭയങ്കര ഫിയർ ആയിരിക്കും, അവർ ഭയങ്കര ആൻഷ്യസ് ആയിരിക്കും ഫെയിലിയറിനെ കുറിച്ചിട്ട്. ഞാൻ ഇങ്ങനെ തോറ്റു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും? ഇപ്പം എന്തെങ്കിലും ഒരു എക്സാമിന് അവർ തോറ്റെന്ന് കരുതുക, അങ്ങനെയാണെങ്കിൽ അവർ വിചാരിക്കുന്നുണ്ടാവുക ഇതോടുകൂടി കഴിഞ്ഞു, ഞാനൊരു ഫെയിലിയർ ആണെന്നായിരിക്കും അവർ വിചാരിക്കുക. അതുപോലെ ചാലഞ്ചസ് എടുക്കാൻ റെഡി ആയിരിക്കൂല. ഇനി ആരെങ്കിലും അവരോട് പോയിട്ട് നിനക്ക് ഇങ്ങനെ ചെയ്തൂടെ, കുറച്ചും കൂടെ ബെറ്റർ ആവട്ടോ, ഇങ്ങനെ ചെയ്തൂടെ എന്നുള്ള രീതിയിൽ, നീ ഇന്നതൊക്കെ ശരിയാക്കാട്ടോ എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഫീഡ്ബാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവരതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കൂല. ഒരു പറയുന്നത് ഉണ്ടാവാ, ഒരു പറയുണ്ടാവാം എല്ലാത്തിനെയും ഒരു കാണുന്നുണ്ടാവാ ഒരു നെഗറ്റീവ് ആയിട്ടായിരിക്കും ഒരു എപ്പോഴും കാണുക. ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ക്രിറ്റിസിസംസ് കേട്ട് കഴിഞ്ഞാൽ പോലും ഒരു വിചാരിക്കുന്നുണ്ടാവുക അവരെന്നെ എന്താ പറയുക കുറ്റപ്പെടുത്തുകയാണെന്നുള്ള രീതിയിലായിരിക്കും ഒരു പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവുക. നമ്മുടെ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആള് വിചാരിക്കുന്നുണ്ടാവുക ഈ മെയിൻ ആയിട്ടുള്ള ഗ്രോത്ത് മൈൻഡ് സെറ്റും ഫിക്സഡ് മൈൻഡ് സെറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ഇത് പറയുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ഓരോരുത്തരും ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക എന്റേത് ഏതാണ് മൈൻഡ് സെറ്റ് എന്നുള്ളത്, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണോ ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണോ എന്നുള്ളത്. ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ പെട്ടെന്ന് അതിനൊന്നും ഗ്രോത്ത് മൈൻഡ് സെറ്റിലോട്ട് മാറ്റാൻ ശ്രമിച്ചോളൂ കേട്ടോ, കുറച്ച് പ്രശ്നമാണ് ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ. അപ്പോ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ചസ് വരുന്ന സമയത്ത് അവരത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും. ചലഞ്ചസിനെ അവർ കാണുന്നുണ്ടാവുക സക്സസിലോട്ടുള്ള ഒരു സ്റ്റെപ്പ് ആയിട്ടായിരിക്കും. ഇനി അവർക്ക് ഫെയിലിയർ ഉണ്ടായി, ഇപ്പൊ ഒരു എക്സാമിന് ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാലും അവർ വിചാരിക്കുന്നുണ്ടാവുക ഓക്കെ എനിക്ക് ഇന്ന് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്, അതിനർത്ഥം ഞാൻ കംപ്ലീറ്റ്ലി ലൈഫിൽ ഫെയിൽ ആണ് എന്നല്ല, മറിച്ച് എന്താണ് എനിക്ക് ഇന്നൊരു ഇതില് ഒരു തവണ ഫെയിൽ ആയിട്ടുണ്ട്, ഞാൻ ഇനിയും ട്രൈ ചെയ്യാം, ഇതല്ല എന്റെ ലിമിറ്റേഷൻ അല്ല ഇത്, ഞാൻ ഇവിടെ ഫെയിൽ ആയിട്ടുണ്ട് പക്ഷെ എനിക്ക് പല ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിടക്കണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കും. ഇനി ഫീഡ്ബാക്സ് അവരെന്നെ പോയിട്ട് ചോദിക്കും ഞാൻ ഇന്നലെ എടുത്ത സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, എന്തെങ്കിലും മാറ്റേണ്ടതായിട്ടുണ്ടായിരുന്നോ, അങ്ങനെ തുടങ്ങിയിട്ട് അവർ ഫീഡ്ബാക്സ് എടുക്കാനും അവർ മറ്റുള്ളവരിൽ നിന്നുള്ള ഫീഡ്ബാക്സിനനുസരിച്ചിട്ട് ചേഞ്ചസ് ഉണ്ടാക്കാനും അവർ റെഡി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഏത് മൈൻഡ് സെറ്റിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളത്. മറ്റുള്ളവർ പറയുന്ന സമയത്ത് ഓരങ്ങനെ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെയാണെന്നുള്ള രീതിയിലാണോ, അല്ല ഓക്കെ അങ്ങനെയാണോ, ഓക്കെ ട്രൈ ചെയ്യാം, ഓക്കെ ചേഞ്ച് ചെയ്യണോ, നല്ലതാണെങ്കിൽ കേട്ടോ. എല്ലാരും പറയുന്ന എല്ലാ ഫീഡ്ബാക്സും എടുത്തിട്ട് മൊത്തം മാറ്റാൻ പോയി കഴിഞ്ഞാല് നമുക്ക് പിന്നെ മാറ്റാൻ വേണ്ടി മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. നമുക്ക് ഒരിക്കലും ബാക്കിയുള്ളവരുടെ അവര് അവര് എന്താ പറയാ സ്വപ്നം കാണുന്ന രീതിയിലോട്ട് നമുക്ക് മാറാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ ലൈഫിൽ എന്ന് പറയുന്നത് ഒരിക്കലും ഹാപ്പിനെസ് ഉണ്ടാവില്ല എന്നാ പലരും പറയാറുള്ളത്. എന്ന് കരുതിയിട്ട് ഞാൻ പിടിച്ച മുയലിന് എന്താ മൂന്ന് കൊമ്പ് എന്ന് പറഞ്ഞ് എന്റെ സ്വപ്നം എന്റെ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര സെൽഫിഷ് ആവുക എന്നുള്ളതല്ല. ചുറ്റുമുള്ള മനുഷ്യരെയും ആക്സെപ്റ്റ് ചെയ്ത് ചുറ്റുള്ള മനുഷ്യരെയും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളും കാര്യങ്ങളും എത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെപ്പോഴും സ്വപ്നങ്ങളെ പോകുന്ന സമയത്ത് ഞാൻ ഒറ്റക്ക് എന്നുള്ള രീതിയിലാവരുത്, നമ്മുടെ ചുറ്റുള്ള ആൾക്കാരെയും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മള് ഞാൻ എപ്പോഴും ഹോൾഡ് ഓൺ ചെയ്യുന്ന ഒരു ഖുർആനിക് അല്ലെങ്കിൽ സോറി ഹദീസായിട്ട്, അതായത് ഒരു പ്രോഫിറ്റ് വേർഡ് ഉണ്ട്. അതായത് നമ്മളെ എന്താ നമ്മളെ ഈ ഭൂമിയിലുള്ള അള്ളാഹുവിന്റെ ഒരു അടിമേനെ നമ്മൾ സഹായിക്കുന്ന സമയത്ത് അള്ളാഹു നമ്മളിങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് പലപ്പോഴും ഞാൻ അതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും ഒരു ഇടങ്ങേറിൽ ഉണ്ടാകുന്ന സമയത്ത് അത് വേറെ ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എനിക്കെന്തോ ഭയങ്കര ഒരു നമ്മൾ മെന്റലി കുറച്ചും കൂടെ ഒരു സ്ട്രോങ് ആവുന്നത് പോലെ നമുക്ക് കുറച്ചുകൂടെ ഒരു എത്ര ആൾക്കാർ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സിംപ്ലി പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത് എന്താവരുത്, നമ്മുടെ ലിമിറ്റേഷൻസ് ആവരുത്. നമ്മളെ നമ്മളെ ആ ഡിഫിക്കൽട്ടീസിനെ അവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. പലപ്പോഴും പല ഡിഫിക്കൽട്ടീസും പല ഡിസബിലിറ്റീസും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കൂല. അതിനെക്കുറിച്ച് സങ്കടപ്പെട്ടിരുന്നതിനെ കൊണ്ട് കാര്യം ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവൂല. കാരണം നമ്മുടെ ടൈം വേസ്റ്റ് ആവുന്നല്ല, അതായത് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരാൻ പോകുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള സാധനങ്ങളെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് പഠിക്കുക. അതിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കാരണം ഞാന് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സമയത്തിന്റെ ലിമിറ്റ് ഉള്ളതുകൊണ്ട് എന്റെ കുറച്ച് എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് നിർത്താമെന്ന് വിചാരിക്കുകയാണ്. അതായത് ഞാൻ ജനിച്ചൊരു കുറച്ച് സമയം ആയപ്പോഴാണ് എന്റെ പാരന്റ്സ് മനസ്സിലാക്കുന്നത് എനിക്ക് വിഷന് പ്രശ്നമുണ്ട് എന്നുള്ളത്. അപ്പോ അവര് ഫാമിലിയിൽ പല ആൾക്കാർക്കും കാഴ്ച പരിമിതി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട്
ഞാൻ ചെറുതിലെ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. എല്ലാവരോടും ഇങ്ങനെ ഓടി നടന്ന് സംസാരിക്കുന്നത്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാ വെച്ചെടുത്ത് ഇരിക്കാത്ത, അടങ്ങിയിരിക്കാത്ത ഒരു ക്യാരക്ടർ ഉള്ള ഒരാളായിരുന്നു. പല ആൾക്കാരും വളർന്നു വരുന്ന സാഹചര്യത്തിൽ പല ആൾക്കാരുടെ അടുത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ചെറിയ വായിൽ വലിയ വർത്താനം പറയാൻ നിൽക്കണ്ട കേട്ടോ, വായിക്ക് ചൊട്ട് കിട്ടും കേട്ടോ, നീ അനങ്ങാതെ ഇരുന്നട്ടോ, ഓവർ ആക്കണ്ട, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ട്. ഞാനൊരു 7th പഠിക്കുന്ന സമയത്ത് ഇന്ന് എന്റെ കയ്യിൽ ആ ഓട്ടോഗ്രാഫ് ഉണ്ട്. ആ ഓട്ടോഗ്രാഫിൽ ഒരു കുട്ടി എഴുതി തന്നതാണ്. ആഹ് എന്താ മണ്ടോദരി എന്ന് വിളിച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇനി പോകുന്ന അടുത്ത സ്കൂളിലെങ്കിലും നീ നല്ല മാർക്ക് വാങ്ങാൻ നോക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഞാനൊരു പക്ഷേ അവിടെ എനിക്ക് ചിന്തിക്കായിരുന്നു, ഞാൻ കാഴ്ച പരിമിതിയുള്ള ഒരു കുട്ടിയാണ്, എനിക്ക് ബാക്കിയുള്ള ആൾക്കാരെ പോലെ ഒന്നും ആവാൻ പറ്റൂല. ഇൻ ദ സെൻസ് ഒരിക്കലും ബാക്കിയുള്ളവരെ പോലെ ആവുക അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതെന്റെ ഭാഗത്ത് ചിലപ്പോൾ ആ വേർഡ്സിന്റെ പ്രശ്നം കൊണ്ട് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അതായത് എനിക്ക് എന്താ പറയാ ബാക്കിയുള്ളവരെ പോലെ നല്ല മാർക്ക് വാങ്ങാൻ പറ്റൂല അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. അതേ ഞാൻ ആ സമയത്ത് എനിക്കുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, എന്നോട് ആരെങ്കിലും ചെയ്യാൻ പറ്റൂല പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇടങ്ങാറാ. കാരണം എന്നോട് ആരെങ്കിലും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോരം അങ്ങനെ പറഞ്ഞത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ, എനിക്ക് അത് പ്രൂവ് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം. അതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടാറുണ്ട്. അത് ഓരോ ബുദ്ധിമുട്ടിക്കുക, വാക്കുകൊണ്ട് ഓരോട് കുറെ കുത്തുവാക്ക് പറയാം അങ്ങനെയല്ല, എനിക്ക് ആക്ഷനിലൂടെ അത് എനിക്കൊരു സമാധാനമാണ്. അപ്പൊ അങ്ങനെ 8th പോയ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്റെ ഒരു സ്വപ്നമായിരുന്നു 10th ഫുൾ A+ വാങ്ങാന്നുള്ളത്. കാരണം എന്നോട് ഇങ്ങനെയുള്ള ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഒരു എന്താ പറയാ ബാഡ് എക്സ്പീരിയൻസ് ഇങ്ങനെ എനിക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്കത് പ്രൂവ് ചെയ്യണം എന്നുണ്ടായിരുന്നു. കാരണം എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് എനിക്ക് പ്രൂവ് ചെയ്യണം എന്നുണ്ടായിരുന്നു. ഞാൻ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പലപ്പോഴും ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ ഞാൻ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്, ഞാൻ 10th ഫുൾ A+ വാങ്ങിക്കഴിഞ്ഞാല് എന്നെ കളിയാക്കിയ ആൾക്കാർ പല ടീച്ചേഴ്സിന്റെ അടുത്തുനിന്നും ചെറിയ രീതിയിലുള്ള അവരെ അറിഞ്ഞും കൊണ്ടല്ലെങ്കിലും അവർ ചെയ്ത എന്തൊക്കെയോ കാര്യങ്ങൾ എനിക്കതൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് എന്നെ അവഗണിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ഞാൻ മലയാളം എഴുതാനായാലും ഇംഗ്ലീഷ് എഴുതാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അതൊക്കെ ലൈക്ക് ഓരങ്ങനെ പറഞ്ഞല്ലോ, എനിക്ക് മലയാളത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഓര് പറഞ്ഞല്ലോ, എന്നെ കൊണ്ട് ഒരിക്കലും എഴുതാൻ പറ്റൂല എന്ന് കരുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒരിക്കലും, സിൻസിയർ ആയിട്ട് ഞാൻ പറയാം, ഒരിക്കലും ഞാൻ കവിതകളോ കഥകളോ ചിലപ്പോൾ എഴുതുന്നുണ്ടാവൂല. അതിനപ്പുറത്തോട്ട് അതിനുശേഷം എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അപ്പോഴും എഴുതുന്നുണ്ടായിരുന്നു. പിന്നീട് വന്ന പല ടീച്ചേഴ്സും എന്നെ അത് ഓവർകം ചെയ്യാൻ, എന്റെ അക്ഷരത്തെറ്റുകൾ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. എന്റെ ഭാഗത്തുണ്ടായിരുന്ന ചെറിയ മിസ്റ്റേക്കിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിനെനിക്ക് മനസ്സിലാക്കി തന്നു. അവരത് മനസ്സിലാക്കിയിട്ട് എനിക്കത് മനസ്സിലാക്കി തന്നപ്പോൾ ചെറിയ രീതിയിലുള്ള ആക്ഷൻസ് എടുത്തപ്പോൾ തന്നെ അത് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ 10th കഴിഞ്ഞ് +1 +2 പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ കാണുന്ന പോലെയല്ല, സയൻസ് എടുക്കണ്ട പറഞ്ഞു. ഓക്കെ, ഞാനൊന്ന് അനലൈസ് ചെയ്ത സമയത്ത് എനിക്ക് സയൻസിനേക്കാൾ കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ളത് ഹ്യൂമാനിറ്റീസ് ആണ്. എന്റെ ഇഷ്ടങ്ങള്, എന്റെ ടാലൻസ് ആയാലും എന്റെ എബിലിറ്റീസ് ഒക്കെ അനലൈസ് ചെയ്തപ്പോൾ, അതുപോലെ തന്നെ എന്റെ ഒരു എന്താ പറയാ ഇഷ്ടം നോക്കിയ സമയത്ത് എനിക്ക് ഹ്യൂമാനിറ്റീസ് ആണ് എനിക്ക് ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നി. ആ സമയത്തും എന്റെ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് സൈക്കോളജി ഉള്ള ഹ്യൂമാനിറ്റീസ് എടുക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പോഴും പറഞ്ഞു, അതിലാ നോക്കണ്ട, പ്രാക്ടിക്കൽസ് ഉണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടായി, കുറച്ചുകൂടെ എഫേർട്ട് എടുക്കേണ്ടി വരും, നോർമൽ ഹ്യൂമാനിറ്റീസ് എടുത്തോ, എല്ലാവരും എടുക്കുന്നത് അതാണ്, വെറുതെ അതിന് നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ +1 +2 ഹ്യൂമാനിറ്റീസ് എടുത്തോ. +1 +2 ഹ്യൂമാനിറ്റീസ് എടുത്തപ്പോഴും അത്ര എളുപ്പമായിരുന്നോ ജേണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ കുറച്ചും കൂടെ ഞാൻ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സിൻസിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഞാൻ പഠിക്കുന്ന സമയത്ത് പല ആൾക്കാരും പലരെയും കുറ്റം പെടുത്തിയിട്ടുണ്ട്. ഓ, സ്ക്രൈബ് വെച്ചിട്ട് എക്സാം എഴുതല്ലേ, അത് കോപ്പി അടിച്ചിട്ടായിരിക്കും. പക്ഷെ എന്നെ ആരും അങ്ങനെ കുറ്റപ്പെടുത്താൻ അധികം വന്നിട്ടില്ല. കാരണം അവർക്ക് അറിയാം, കാരണം ക്ലാസ് ടെസ്റ്റിൽ ഞാൻ എന്റേതായ രീതിയിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് അപ്പോഴും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ദേ നോ എന്താണ് ഞാൻ പഠിച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോ ലൈക്ക് നമ്മൾ എടുക്കുന്ന നമ്മുടെ ഓരോ എഫേർട്സും അതായത് നമ്മൾ ഒരു എഫേർട്ടും എടുക്കുന്നില്ലെങ്കിൽ, നമ്മൾ ഒരു എഫേർട്ടും എടുക്കാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും ബാക്കിയുള്ളവർ നമ്മളെ ഡിഫൈൻ ചെയ്യുന്നുണ്ടാവുക. ഇപ്പം ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എല്ലാരും എന്നെ പറയാം, അത് കാഴ്ച ഒക്കെ കാണാൻ ബുദ്ധിമുട്ടുള്ള ആ രീതിയിലായിരിക്കും എന്നെ പറയുണ്ടാവും. പക്ഷെ ഞാൻ സിൻസിയർ ആയിട്ട് പറയാം, ഇപ്പൊ ആരും എന്നെ ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേൾക്കാറില്ല. കാരണം ഞാന് ഡിഗ്രിക്ക് ചേരുന്ന സമയത്ത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായി, എനിക്ക് തോന്നുന്നുണ്ടോ നീ എടുക്കുന്ന ഓപ്ഷൻ ശരിയാണെന്നുള്ളത്, എനിക്ക് കുറെ ബുദ്ധിമുട്ടുകൾ വരും. പലരും എന്നോട് ചേർന്നതിന് ശേഷവും ചോദിച്ചിട്ടുണ്ട്, നിന്നെ കൊണ്ട് പറ്റുമോ, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. സ്നേഹം കൊണ്ട് ചോദിച്ചവരുണ്ട്, കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചവരും ഉണ്ടാവാം. പക്ഷെ ഞാൻ അതിനൊക്കെ റെസ്പോൺസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്, എന്നെ കൊണ്ട് പറ്റും എന്നുള്ള എന്റെ ഒരു ഞാൻ അത്രയും കോൺഫിഡന്റ് ആയിട്ട് തന്നെയായിരുന്നു അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അൽഹംദുലില്ലാ
സൈക്കോളജി പഠിക്കാൻ തുടങ്ങിയിട്ട് 5ാമത്തെ വർഷമായി. +1 +2 ഡിഗ്രി 3rd ഇയർ ആണ് ഞാൻ ഇപ്പോ. അപ്പോ ബുദ്ധിമുട്ടുകളില്ലാന്നോ എല്ലാം ഈസി ആണെന്നോ ഞാൻ പറയുന്നില്ല. എല്ലാവരും എടുക്കുന്നതിനേക്കാൾ എഫേർട്ട് ഞാൻ എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. പക്ഷെ എന്റെ കൂടെയുള്ള കുറച്ച് നല്ല മനുഷ്യന്മാര്, എന്നെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല മനുഷ്യന്മാര്, അവരുടെ ഒക്കെ ഒരു ഹെൽപ്പും കാര്യങ്ങളും ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്ന എഫേർട്ടും കൊണ്ടൊക്കെ എനിക്കതിപ്പോ ഓക്കെയാണ്. ഞാൻ നല്ല രീതിയിൽ തന്നെ എനിക്ക് പോകുന്നുണ്ട്. ഞാൻ ഈ അടുത്ത് ഇതൊക്കെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ അടുത്ത് ഒരു ഇന്റേൺഷിപ്പിന് പോയ സമയത്ത് അവിടെയുള്ള ഒരു സാറിനോട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒത്തിരി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് ഇങ്ങനെ എന്തോ വിഷന്റെ ഒരു കുറച്ച് പ്രശ്നം ഉണ്ടെന്ന്. പക്ഷെ ഞാൻ എത്ര പെർസെന്റേജ് ആണെന്നൊക്കെ ചോദിച്ച സമയത്ത് ഇത്ര പെർസെന്റേജ് ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഇത്രയും പെർസെന്റേജ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്നുള്ളത്. കാരണം ഞാൻ അവിടെ പോയ സമയത്ത് എനിക്ക് അയ്യോ കാഴ്ച പരിമിതി ഉണ്ട്, ഞാൻ വിഷ്വലി ഇമ്പയർഡ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിരുന്നെങ്കിൽ അവരൊക്കെ മനസ്സിലാക്കുക ഓക്കെ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒരാള് ആ രീതിയിൽ തന്നെ ആയിരിക്കും ഓരെന്നെ ട്രീറ്റ് ചെയ്യുക. ആ സമയത്ത് എനിക്ക് ഓരോ ഭാഗത്തുനിന്ന് കിട്ടുന്ന പല ആക്ഷൻസും ഒരുപക്ഷെ സിമ്പതറ്റിക് ആയിട്ട് തോന്നിയേക്കാം, ഒരുപക്ഷെ എനിക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് തോന്നിയേക്കാം. ഞാൻ നേരെ മറിച്ച് അവിടെ പോയ സമയത്ത് ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഫോട്ടോസ് എടുത്തു കൊടുക്കണ്ട്, വീഡിയോസ് എടുക്കണ്ട്, വീഡിയോസ് എഡിറ്റ് ചെയ്യണ്ട്, അതുപോലെ അവിടെയുള്ള ഇൻമേറ്റ്സുമായിട്ട് നല്ല രീതിയിൽ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അവരുമായിട്ടൊക്കെ ഇടപഴകുന്നുണ്ട്. ആ സമയത്തൊക്കെ ഒരിക്കൽ പലരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് വിഷന്റെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്. കാരണം ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഐ കോണ്ടാക്ട് പലപ്പോഴും വരുന്നില്ല. അതെന്തോ ചെറിയ പ്രശ്നമാണെന്നാണ് അവരൊക്കെ മനസ്സിലാക്കിയത്. അല്ലാണ്ട് എനിക്ക് നെർവ്സിന്റെ പ്രശ്നം കൊണ്ടാണ് എനിക്ക് ഇത്ര പെർസെന്റേജ് കാഴ്ചയില്ല എന്നുള്ളത് ആർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാണ്, പല ആൾക്കാർക്കും എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ ഒരു ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലിമിറ്റേഷൻ എന്ന് കാണുന്ന പല കാര്യങ്ങളും നമ്മൾ അതിനെ എങ്ങനെയാണ് ബാക്കിയുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ ശ്രമിക്കുന്നത്, എങ്ങനെയാണ് ബാക്കിയുള്ളവരുടെ മുന്നിൽ നമ്മൾ അതിനെ എന്താ പറയാ വരച്ച് കാട്ടുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും ബാക്കിയുള്ളവർ നമ്മളെ മനസ്സിലാക്കുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ വിഷ്വലി ഇമ്പയർ ആയിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ് അവരൊക്കെ മുന്നിൽ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരങ്ങനെ മാത്രമേ എന്നെ കാണുള്ളൂ. അതിനപ്പുറത്തോട്ട് എന്റെ സ്ട്രെങ്ത്തിനെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മുടെ സ്ട്രെങ്ത്തിനെ കുറച്ചും കൂടെ നമ്മുടെ ലിമിറ്റേഷനേക്കാൾ നമ്മുടെ സ്ട്രെങ്ത്തിനെ ബാക്കിയുള്ളവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമേ അവർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അത് റിയാലിറ്റിയാണ്. നമ്മുടെ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോണില്ല. നമ്മളത് ചെയ്ത് കാണിക്കാത്തിടത്തോളം കാലം ഓരത് വിശ്വസിക്കൂല. പിന്നെ എനിക്ക് അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരോടാണ് പറയുന്നത്. നിങ്ങളോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവും ഡിസേബിൾഡ് ആണ്, നിന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റൂല എന്ന്. അവർക്ക് അത് പ്രൂവ് ചെയ്ത് കൊടുക്കുക. ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഡിസേബിലിറ്റീസ്, നിങ്ങളുടെ ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താവരുത്, അത് നിങ്ങളുടെ ലിമിറ്റേഷൻസ് ആവരുത്. ഇറ്റ്സ് എ ഡിഫിക്കൽട്ടി. നിങ്ങൾക്ക് ആ ഡിസേബിലിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിനപ്പുറത്തോട്ട് അതല്ല നിങ്ങള് ഒരിക്കലും. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ഡിഫിക്കൽട്ടീസോ നിങ്ങളുടെ ലിമിറ്റേഷൻസോ അല്ല അതല്ല നിങ്ങളെ ഡിഫൈൻ ചെയ്യേണ്ടത്. നിങ്ങളാണ് നിങ്ങളുടെ ലിമിറ്റേഷൻസിനെ ഡിഫൈൻ ചെയ്യേണ്ടത്. നിങ്ങളാണ് നിങ്ങളുടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് എന്താണെന്ന് നിങ്ങളാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. അതിലൂടെയാണ് ബാക്കിയുള്ളവർ അതിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാത്തടത്തോളം കാലം നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യാത്തടത്തോളം കാലം ബാക്കിയുള്ളവർ അവർക്ക് തോന്നിയ രീതിയിൽ നമ്മളെ പറഞ്ഞുണ്ടാക്കും, തോന്നിയ രീതിയിലുള്ള സ്റ്റോറീസ്, തോന്നിയ രീതിയിലുള്ള ക്യാരക്ടർ ആക്കിയിട്ട് നമ്മളെ മാറ്റും. ഫ്രം മൈ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണത്. കാരണം ഞാൻ 7th വരെ ഞാനൊരു വിഷ്വലി ഇമ്പയർ ആയിട്ടുള്ള ഒരാളാണെന്നുള്ള രീതിയിൽ മാറി നിന്ന സമയത്ത് ആ രീതിയിൽ തന്നെയായിരുന്നു എല്ലാവരും എന്നെ പെർസീവ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പല കാര്യങ്ങളിൽ നിന്നും മാറി നിന്നിട്ടുമുണ്ട്. പക്ഷെ ഒരു ഈ പീരീഡ് എത്തിയ സമയത്ത് അത് മാത്രമല്ല ഞാൻ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെ കഴിവുകളിൽ ഫോക്കസ് ചെയ്തിട്ട് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് എന്നെ ബാക്കിയുള്ളവർ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത്. ഫ്രം മൈ എക്സ്പീരിയൻസ് ആണ് ഞാനിത് പറയുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ഞാനത് പറയാനുള്ള കാരണം ഫ്രം മൈ എക്സ്പീരിയൻസ് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. പിന്നെ എനിക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരോട് ഒന്നുകൂടെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ടാവും ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് എന്താ നിങ്ങളെ യുണീക്ക് ആക്കുന്നതാണ്, നിങ്ങളെ സ്ട്രെങ്ത് ആണ് എന്നൊക്കെ ഉള്ളത്. ഞാൻ അതിനിങ്ങനെ ഇരുന്ന് ആലോചിച്ച് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക പല ആൾക്കാരും. ഞാൻ ഒരിക്കലും ഡിസബിലിറ്റിനെ ഡിഫറെന്റ്ലി ഏബിൾഡ് എന്നൊക്കെ ഉള്ള ടേംസും കാര്യങ്ങളും പറഞ്ഞിട്ട് ഭയങ്കര ഇങ്ങനെ മേൽപ്പത്തിരുത്തണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ സ്ട്രെങ്ത് ഉണ്ടാവുമല്ലോ, അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എന്നിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ അറിയപ്പെടാൻ പോകുന്നത്, ഇപ്പം നിങ്ങൾ നോക്കുക,
ഞാൻ ഇപ്പം നിർത്തട്ടോ. നിങ്ങൾ നോക്കുക, എറിക് വെഹൻമീറിനെ ഒരു ക്ലൈംബർ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പോട്ടെ ജെസിക്ക കോക്സിനെ നോക്കുന്ന സമയത്ത് ഒരുപാട് പൈലറ്റ്സ് ഈ ലോകത്തുണ്ട്. അവരൊന്നും നമ്മുടെ ലോകം അറിയുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ജെസിക്ക കോക്സിനെ അറിയപ്പെടുന്നത്, ലോകം അംഗീകരിച്ചത് അല്ലെങ്കിൽ അറിയപ്പെട്ടത്? കാരണം ആള് ഡിസേബിൾഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഡിസേബിലിറ്റി എന്ന് പറയുന്നത് ഒരു സ്ട്രെങ്ത് എന്നൊക്കെ ഉള്ള രീതിയിൽ പലരും പറയുന്നുണ്ടാവും. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത്, ഡിസേബിലിറ്റിക്ക് അപ്പുറത്തോട്ടുള്ള നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ആ ഒരു ഡിസേബിലിറ്റിയെയും കൂടെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യന്മാരും നിങ്ങളുടെ ഡിസേബിലിറ്റിനേക്കാൾ അപ്പുറത്തോട്ട് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണോ അതിനെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഡിസേബിലിറ്റിനെ ആ സമയത്ത് ഒരു എന്ത് ചെയ്യാൻ തുടങ്ങും, അംഗീകരിച്ചു തുടങ്ങും. പിന്നെ ഒരു കാര്യം, നമ്മൾ ആരും മനസ്സിലാക്കിയെടുത്തോളം കാര്യം, നമ്മൾ ഓരോരുത്തർ ഈ ഭൂമിയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് ടു ഡു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ലോകത്ത് ഇതിനു മുൻപ് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഒരു ആവശ്യമില്ലാത്ത ഭൂമിക്ക് ഭാരമായിട്ട് നമ്മുടെ പടച്ചവൻ, നമ്മുടെ ക്രിയേറ്റർ നമ്മൾ ഈ ലോകത്തോട്ട് ജനിപ്പിച്ചു വിടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ ഈ ലോകത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് ടു ഡു. എന്താണെന്നുള്ളത്, നമ്മുടെ നിയോഗം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുത്തു നോക്കാം. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മളൊക്കെ യുണീക്കാണ്. ബിക്കോസ് നമ്മുടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫിംഗർ പ്രിന്റ് വെക്കുന്നില്ലേ? അതെന്തുകൊണ്ടാ? ആ ഫിംഗർ പ്രിന്റിൽ പോലും ഡിഫറൻസസ് ഉണ്ട്. അത് ഈവൻ ട്വിൻസ് ആണെങ്കിൽ പോലും അവിടെ ഡിഫറൻസസ് ഉണ്ട്. സിംപ്ലി എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ യുണീക്കാണ്. നമുക്കൊക്കെ ഈ ഭൂമിയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് ടു ഡു. അപ്പോ അതെന്താണ്, നമ്മുടെ നിയോഗം എന്താണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ അതിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരിക്കലും നമ്മളെ ലിമിറ്റേഷൻ, നമ്മുടെ ഡിഫിക്കൽട്ടീസോ നമ്മൾ ഇന്ന് കാണുന്ന പല കാര്യങ്ങളും നമ്മുടെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലിമിറ്റേഷൻസ് അല്ല, നമ്മുടെ തോട്ട്സ് ആണ് പലപ്പോഴും നമ്മളെ ലിമിറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടിലോട്ട് എത്തുക. അതുപോലെ തന്നെ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, പലപ്പോഴും ഇത് നമ്മൾ കോൺഷ്യസ് എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. എന്നിരുന്നാൽ പോലും കോൺഷ്യസ് എഫേർട്ട് എടുത്തുകൊണ്ടാണെങ്കിലും നമ്മൾ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്വപ്നം എന്താണോ, നമ്മുടെ ആഗ്രഹം എന്താണോ അതിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എങ്കിലും നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ഇത്രയും നേരം കേട്ടിരുന്നതിന്. താങ്ക് യു സോ മച്ച് ആതില. ആരെങ്കിലും ഫീഡ്ബാക്ക് പറയുന്നുണ്ടോ? ഇവിടെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, സെഷൻ കേട്ടിട്ടുള്ളവര് എംപവറിലോ അല്ലെങ്കിൽ പേഴ്സണലിയോ റെസ്പോൺസസ്, ഫീഡ്ബാക്സ് തന്നാൽ നന്നായിരിക്കും. താങ്ക് യു സോ മച്ച് ആദില. ഹലോ ഹലോ, ആരാണ്? ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാണ് സംസാരിക്കാൻ റെഡിനെസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. കേൾക്കാം, പറഞ്ഞോളൂ. ക്ലിയർ അല്ല അല്ലേ? ക്ലിയർ അല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷനുമായിട്ട് ബന്ധപ്പെട്ട ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി, പേഴ്സണലി അറിയിച്ചാൽ മതി. സെഷന് ശേഷം ഇന്ന് നമ്മുടെ സെഷൻ കൈകാര്യം ചെയ്ത ആദില ഒത്തിരി കാര്യങ്ങൾ, എന്താ പറയുന്നത്, നമ്മുടെ നിക്യു ജോയ്സിക്ക് തുടങ്ങിയിട്ട് സ്വന്തം അനുഭവത്തിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഭിന്നശേഷി ഉള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് കൂടെ ഫോക്കസ് ചെയ്തിട്ടുമുണ്ട്. അതിനകത്ത് ഭിന്നശേഷി ഉള്ളവരോ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള അല്ലെ ഏബിൾ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയപ്പെടുന്നവരോ ആരുമാകട്ടെ, എല്ലാവർക്കും ചില പരിധികൾ ഉണ്ടല്ലോ പല കാര്യങ്ങളിലും. ചിലത് ഡിസബിലിറ്റി ആണ് പരിധി, അതാണ് നമ്മുടെ പരിമിതി എന്ന് നമ്മൾ കരുതരുത് എന്ന് ബോധ്യപ്പെടുത്തുന്ന മെസ്സേജ് അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഡിസബിലിറ്റി അല്ല നമ്മളുടെ ഡിഫിക്കൽട്ടി, അല്ലെ? ഡിസബിലിറ്റി ഒരു ലിമിറ്റേഷൻ അല്ല, അത് ഡിഫിക്കൽട്ടി ആണ് എന്ന് മനസ്സിലാക്കുക. ആ ഒരു ഡിഫിക്കൽട്ടിയെ നമ്മൾ എന്താ പറയുന്നത്, ടാക്കിൾ ചെയ്ത് പോകണം, മുന്നോട്ട് കൊണ്ടുപോകണം. അതും കൊണ്ട് അങ്ങനെ ഇരുന്നാൽ നമ്മൾ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. നമ്മൾക്ക് എന്താണ് കഴിവ്, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മളെ ലിമിറ്റ് ചെയ്ത് പറയുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ മനസ്സിലാക്കലുകൾ, അവരുടെ സങ്കുചിതത്വങ്ങൾ, അതാണ് നമ്മൾ എന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. നമ്മളെ മനസ്സിലാക്കണം, നമ്മുടെ കഴിവുകൾ നമ്മൾ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കണം. അവസരങ്ങൾ വരത്തില്ലെങ്കിലും നമ്മളത് തേടിപ്പിടിക്കണം. എപ്പോഴും നമ്മൾ ഇങ്ങനെ മൂർച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ആയുധം ശക്തമാക്കണം, ഷാർപ്പാക്കണം എന്ന് പറയില്ലേ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈയിടെ എനിക്കൊരു ലക്ഷദ്വീപിലേക്ക് യാത്ര പോകാൻ പറ്റിയിട്ടോ. ആ സമയത്ത് ഒരു സിറ്റുവേഷൻ കൂടെ ഞാൻ കോട്ട് ചെയ്തിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു. ക്ലിയർ ആണല്ലോ അല്ലേ?
യെസ്, ക്ലിയർ ആണ്. ആ അതിനകത്ത് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അവിടെ അഗത്തി ദ്വീപില് ഒരു സ്കൂബ ഡൈവിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പൊതുവേ ഞാനൊരു അഡ്വഞ്ചറസ് ഇഷ്ടപ്പെടുന്ന ആളാണ്. വിഷ്വലി ഇമ്പയർഡ് ആണ്, ടോട്ടലി ഇമ്പയർമെന്റ് ഉള്ള ആളാണ്, വിഷ്വലി ഇമ്പയർഡ് ആണ്. അപ്പൊ ആ സമയത്ത് പല കാറ്റഗറി ഓഫ് ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ടീമിന്റെ കൂടെ വന്നവർ മാത്രമൊന്നുമല്ല, അല്ലാതെ കുറച്ച് അധ്യാപകരുടെ കൂട്ടം, റിട്ടയർഡ് ആയിട്ടുള്ള അധ്യാപകരുടെ കൂട്ടാണ് അതിനകത്ത്. പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. അതിനകത്ത് ഒരാള് ഞാൻ വിഷ്വലി ഇമ്പയർഡ് ആണെന്ന് അറിഞ്ഞ സമയത്ത് കാഴ്ചയില്ലാത്ത ആളൊക്കെ എന്തിനാ സ്കൂബ ഡൈവിങ്ങിന് പോകുന്നത്? ഓ, വീഡിയോ ചെയ്യാനായിരിക്കുമല്ലേ? അങ്ങനെയാണ് ചോദിക്കുന്നത്. അതൊക്കെ എന്നിട്ട് എന്നോടൊന്നും ആ കാര്യങ്ങൾ ചോദിച്ചറിയുന്നൊന്നുമില്ല, നമ്മളെ കുറിച്ചുള്ള ധാരണ ഇല്ല. അപ്പോ അവിടെ സ്കൂബ ഡൈവിങ് ചെയ്തു തരാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സാറുണ്ട്, എല്ലാവർക്കും ഗൈഡ് ഉണ്ട്. അദ്ദേഹത്തിനടുത്ത് പറയാണ്, കുറച്ച് സമയം എങ്ങാനും വീഡിയോ എടുക്കാനുള്ള സമയത്ത് മാത്രം ഒന്ന് നിർത്തിയിട്ട് ഈ കുട്ടീനെ പെട്ടെന്ന് ഉള്ളിലേ പുറത്തോട്ട് കൊണ്ടുവന്നേക്ക്, അധികം നിർത്തണ്ട, അതിനൊന്നും കാണുന്നൊന്നും ഇല്ലല്ലോ, എന്ത് മനസ്സിലാവാനാ, എന്ത് ചെയ്യാനാ, എങ്ങനെ. ഇത് പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ താഴ്ത്തി കെട്ടി അവര് പെട്ടെന്ന് പെട്ടെന്ന് കൂടുതൽ സമയം എക്സിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഏറ്റവും ഫസ്റ്റ് ഞാനാണ് സ്കൂബ ഡൈവിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഏറ്റവും കൂടുതൽ സമയം എക്സിസ്റ്റ് ചെയ്തത് ഞാനാണ്. പിന്നെ അവര് തന്നെ പറഞ്ഞു, അവര് സെയിം അതിനുശേഷം അവരുടെ ആറ്റിറ്റ്യൂഡേ മാറി. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നില്ല എനിക്ക് സാധിക്കും, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല ഞാൻ. ഇങ്ങനെ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളത് ചെയ്ത് കാണിക്കുമ്പോഴാണല്ലോ അവിടെ വന്ന സകല ആളുകളും പകുതിക്ക് വിട്ടേച്ച് പോവുകയോ ലാസ്റ്റ് മൊമെന്റിൽ അത് ഒഴിവാക്കുകയോ ചെയ്ത്, അതിന്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ മനസ്സിലായ സമയത്ത്. അല്ലെങ്കിൽ അതിനകത്തോട്ട് കയറിയിട്ട് പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ മാതിരി വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം എന്ന് എന്നെ പറഞ്ഞ അവരങ്ങനെയും. എല്ലാ സെഷൻസും എല്ലാവരുടേതും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ടൈം ഞാൻ കയറി. അത്രയും സമയം എനിക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റി. കൂടുതൽ സമയം ഞാനാണ് നിന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, സോറി, ഞങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ഞാൻ വിചാരിച്ചത് കാഴ്ചയില്ലാത്തവർക്ക് എന്താ പറ്റുക, അങ്ങനെ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നതൊക്കെ ആളുകളുടെ മേലെ സ്ഥാപിക്കുകയും അങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നത് ആളുകളുടെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാ ചിന്താഗതികളും എല്ലാ മനസ്സിലാക്കലുകളും പറയാനുള്ളതല്ല. പിന്നെ എല്ലാതും നമ്മൾക്ക് പറഞ്ഞതിനനുസരിച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കാനും പറ്റില്ല. പക്ഷെ ഒരു പരിധി വരെ നമ്മുടെ കഴിവുകൾ എന്താന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തിരിച്ചറിയണം, നമ്മളത് ഷാർപ്പൻ ചെയ്യണം. പലതും പറയാതെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം ആക്ഷൻസിലൂടെ. അവരെന്താ അങ്ങനെ പറയുന്നത്, എന്നാൽ എനിക്കതൊന്ന് കാണിച്ചു കൊടുക്കണമല്ലോ, ഞാൻ എന്നെ പ്രൂവ് ചെയ്യണം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും. പിന്നെ നേരത്തെ ആദില പറഞ്ഞു വെച്ചൊരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു നിയോഗമുണ്ട്. ആ നിയോഗം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ ജനിച്ചു എന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ജീവിച്ചു പോകുന്നു എന്നതിനേക്കാൾ, എത്ര വർഷം ജീവിച്ചു എന്നതിനേക്കാൾ എത്ര കാലം നമ്മൾ വർഷിച്ചു എന്നുള്ളതാണ്. ഉള്ള കാലം കൃത്യമായിട്ട് സൊസൈറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റി, നമ്മുടെ കർമ്മമണ്ഡലത്തിൽ നമ്മൾ കൃത്യമായിട്ട് പ്രവർത്തിച്ചോ, നമ്മുടെ നിയോഗം നമ്മൾ പൂർത്തീകരിച്ചോ, നമ്മൾ ജീവിച്ചു നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്നുള്ളതിനേക്കാൾ നമ്മൾക്കൊക്കെ അല്ലെ, നമ്മുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കാത്ത എന്തോ ഒരു എയിം നമ്മൾക്ക് ഇവിടെ നമ്മളെ സൃഷ്ടിച്ച സ്രഷ്ടാവിന് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയണം. എല്ലായ്പ്പോഴും നമുക്ക് പലരും ബോധ്യപ്പെടുത്തി തന്നോളണമെന്നില്ല. നമ്മളത് ബോധ്യപ്പെടുക, എന്നിട്ട് സൊസൈറ്റിക്ക് വേണ്ടി ചിലത് കൊടുക്കുക. നേരത്തെ വേറൊരു കാര്യം കൂടെ അതിലെ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നല്ല വിഷമത്തിലിരിക്കുന്ന സമയത്ത്, വല്ലാണ്ട് നമ്മളിങ്ങനെ മനസ്സിൽ വൂണ്ടായിട്ട് മുറിവായിട്ടിരിക്കുന്ന സമയത്ത്, വ്രണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് മറ്റുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയാൽ, വാക്കുകൊണ്ടാകാം പ്രവൃത്തി കൊണ്ടാകാം, ആ സമയത്ത് അതാണ് നമ്മളെ കൂടുതൽ സൊലൈസിലാക്കുന്നത്, ആശ്വാസത്തിലെത്തിക്കുന്നത് എന്നുള്ളത്. അതും സത്യമാണ്. നമ്മളെപ്പോഴും കരുതുന്നത് നമ്മൾക്ക് പലതും കിട്ടിക്കഴിഞ്ഞാൽ, ഭൗതികമായിട്ട് പലതും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവും എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ നൈമിഷികമായിട്ടുള്ള സന്തോഷങ്ങളാണ് എന്നുള്ളതും, അതൊന്നും ഒരു എറ്റേണൽ ആയിട്ടുള്ള ഹാപ്പിനെസ്സോ സാറ്റിസ്ഫാക്ഷനോ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. നമ്മൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ ആകുന്ന സമയത്ത് കിട്ടുന്ന ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതാണ് ഏറ്റവും ഡെപ്ത് ഉള്ളത്. നമ്മൾക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റട്ടെ. പരിമിതികളൊന്നും ഒരു പരിമിതികളേ അല്ല, നമ്മൾ അത് പരിമിതിയാണ് അല്ലെങ്കിൽ പരിധിയാണ് എന്ന് കരുതുന്നത് വരെ എന്ന ബോധ്യപ്പെടുത്തലിലൂടെയാണ് ഇന്നത്തെ ആദിലയുടെ സെഷൻ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. വളരെ പ്ലസന്റ് ആയിട്ട്, നല്ല റിതമില്, നാച്ചുറൽ ആയിട്ട്, ആ ഒരു താളത്തിൽ ഇങ്ങനെ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആദിലയ്ക്ക് തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ ആദില അലി. ഈ ഒരു ക്ഷണം സ്വീകരിച്ചെത്തി എംപവറിന് വേണ്ടി സെഷൻ തന്നിട്ടുള്ള ആദിലയ്ക്ക് ഹൃദയത്തിൽ നിന്നുമുള്ള സ്നേഹവും കടപ്പാടും നന്ദിയും എല്ലാം അറിയിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ, ഗുഡ് നൈറ്റ് എവറി വൺ. അടുത്ത സ്പാർക്ക് സെഷനിൽ മറ്റൊരു അതിഥിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ, കേൾക്കുന്നത് വരെ നന്ദി.